എല്ലാവർക്കും സഹാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാർമസ്യൂട്ടി സെക്കൻഡിലെ ഇത് കുറച്ച് നമ്മുടെ എക്സാംസ് വളരെ അടുത്തു. അപ്പോൾ അതിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒഫ്താൽമി പ്രിപ്പറേഷൻസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാംസിന് ബാക്കിയുള്ള ടോപ്പിക്ക് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കൂടിയും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കഴിയുന്നതും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം മോശമില്ലാത്ത മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒഫ്താൽമി പ്രിപ്പറേഷൻസ് ഉള്ള ഈ ക്ലാസ്സുകൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സുകളും കൂടെ കാണുക. തീർത്തും ക്ലാസ്സുകൾ കാണാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എങ്കിലും കഴിയുന്നത് നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ എക്സാമിലേക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Which of the following formulations should not be applicable to the ocular administration? നമ്മുടെ ഓക്കുലർ അഡ്മിനിസ്ട്രേഷനിൽ ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സൊല്യൂഷൻസ്, ലിനിമെന്റ്, സസ്പെൻഷൻ ആൻഡ് ഓയിൻമെന്റ്സ്. അപ്പോൾ ഇവിടെ ഏതാണ് ആപ്ലിക്കബിൾ അല്ലാത്തത്? നമുക്ക് ഒപ്താൽമി പ്രിപ്പറേഷൻസ് ഏതെല്ലാം ഫോമിൽ അവൈലബിൾ ആവും? നമുക്ക് സൊല്യൂഷനിലുണ്ടാവും, സസ്പെൻഷനിലുണ്ടാവും, ഓയിൻമെന്റ് ഉണ്ടാവും. അപ്പോൾ ലിനിമെന്റ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലിനിമെന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഓർ സെമി സോളിഡ് പ്രിപ്പറേഷൻസ് ആണ്. എവിടെയാണ്? നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഒരിക്കലും അതൊരു ഐ പ്രിപ്പറേഷൻസ് അല്ല, ഒരു ഒഫ്താൽമി പ്രിപ്പറേഷൻസ് അല്ല. അപ്പൊ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ലിനിമെന്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ തിക്കനിങ് ഏജന്റ് ഇൻ ദ ഒഫ്താൽമിക് പ്രോഡക്ട്സ്? ഒഫ്താൽമിക് പ്രോഡക്ട്സിൽ തിക്കനിങ് ഏജന്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ തിക്കനിങ് ഏജന്റ് കറക്റ്റ് ആയിട്ട് എല്ലാ പ്രോഡക്ട്സിലും കാണാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. മീഥൈൽ സെല്ലുലോസ്, കാർബോസി മീഥൈൽ സെല്ലുലോസ്, ഈഥൈൽ സെല്ലുലോസ് ആൻഡ് PEG. അപ്പോൾ നമുക്ക് മീഥൈൽ സെല്ലുലോസ് അത് കറക്റ്റ് ആൻസർ ആണ്. CMC കാർബോസി മീഥൈൽ സെല്ലുലോസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ PEG ഉപയോഗിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഈഥൈൽ സെല്ലുലോസ് ഉപയോഗിക്കുമെന്ന് നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ഈഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റ് ഫോർമേഷനിലാണ് സാധാരണഗതിയിൽ അത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബൈൻഡിങ് ഏജന്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? ഈ ഈഥൈൽ സെല്ലുലോസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കാം ഈഥൈൽ സെല്ലുലോസ് എന്താണെന്ന്. ഇത് ഒരു ഹൈഡ്രോഫോബിക് സെല്ലുലോസ് ആണ്. ഏതൊരു യൂസ്ഡ് ആസ് എ കോട്ടിംഗ് മെറ്റീരിയൽസ്, ടാബ്ലറ്റ് ബൈൻഡർ. എന്താണ്? ഒരു ടാബ്ലറ്റ് ബൈൻഡർ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ആൻഡിസ് മാട്രിക്സ് ഫോമർ ഇൻ മൈക്രോ ക്യാപ്സ്യൂൾസ്. അതുപോലെ തന്നെ മൈക്രോ ക്യാപ്സ്യൂൾസിന്റെ ഒരു മാട്രിക്സ് ഫോർമർ ആണ്. അതുപോലെ മൈക്രോസ്പിയേഴ്സ് ആൻഡ് കൺട്രോൾഡ് റിലീസ് ഓഫ് ഡോസേജ് ഫോം. പിന്നെ എന്തുവാണ് പറയുന്നത്? കൺട്രോൾഡ് റിലീസ് ഓഫ് ഡോസേജ് ഫോംസ്. ഒരു കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ഡോസേജ് ഫോമിനെ റിലീസ് ചെയ്യും. ഇതൊക്കെയാണ് ഈഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈഥൈൽ സെല്ലുലോസ് ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ആർ സ്പെഷ്യലൈസ്ഡ് ഡോസേജ് ഫോം ഡിസൈൻ ടു ബി ഇൻസ്റ്റിൽഡ്. അപ്പം ഏതെല്ലാം രീതിയിലാണ് ഒഫ്താൽമിക് ഡോസേജ് ഫോം നമ്മൾ ഇൻസ്റ്റിൽഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോപ്പിക്കലി, ഇൻട്രാ ഓക്കുലാർലി, പെരി ഓക്കുലാർലി, ആൾ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എല്ലാം ടോപ്പിക്കലി, ഇൻട്രാ ഓക്കുലറി, പെരി ഓക്കുലറി ഇതെല്ലാ ഫോമിലും നമ്മൾ ആരെ ഉപയോഗിക്കും? ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിന് യൂസ് ചെയ്യും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്, ആൾ ഓഫ് ദീസ് ആണ്. Which of the following is not a type of ophthalmic dosage form? Ophthalmic dosage forms-ന്റെ ടൈപ്പിൽ അല്ലാതെ വരുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒഫ്താൽമിക് സൊല്യൂഷൻസ്, ഒഫ്താൽമിക് സസ്പെൻഷൻസ്, ഇംപ്ലാന്റ്സ്, ജെൽ ഫോമിംഗ് സൊല്യൂഷൻസ്. ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇംപ്ലാന്റ് ആണ്. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഡിസിൻ ആണ്. മെഡിസിൻ ആണ്. അത് നമ്മുടെ സ്കിന്നിലാണ് പ്ലേസ് ചെയ്യുന്നത്. അണ്ടർ ദ സ്കിൻ ആണ് അത്. അപ്പോഴത്തേക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഇംപ്ലാന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Drugs that have very limited stability in aqueous solutions can be prepared as ആണ് ചോദിച്ചിരിക്കുന്നത്. ഒഫ്താൽമിക് സൊല്യൂഷൻസ്, ഒഫ്താൽമിക് സസ്പെൻഷൻസ്, പൗഡർ ഫോർ സൊല്യൂഷൻസ്, ജെൽ ഫോമിംഗ് സൊല്യൂഷൻസ്. നമ്മുടെ ഐയുമായിട്ട് കൂടുതൽ ലിമിറ്റഡ് സ്റ്റെബിലിറ്റി, വെരി ലിമിറ്റഡ് സ്റ്റെബിലിറ്റി ഇൻ അക്യൂട്ട് സൊല്യൂഷൻസ് ആണ്. വളരെ ലിമിറ്റഡ് സ്റ്റെബിലിറ്റി പറയുന്നത് ഏതാണ് പറയുന്നത്? പൗഡേഴ്സ് ഫോർ സൊല്യൂഷൻസ് ആണ്. വളരെ കുറച്ചുള്ളൊരു സ്റ്റെബിലിറ്റി നമ്മൾ പഠിച്ചത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റെബിലിറ്റി, പെട്ടെന്ന് തന്നെ അത് നമ്മൾ യൂസ് ചെയ്യണം. അത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ഇത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പൗഡർ ഫോർ സൊല്യൂഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.
The liquid to gel phase transition in the gel forming solution can be triggered by എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചു. ലിക്വിഡ് ടു ജെൽ, അത് ലിക്വിഡിനെ ജെല്ലാക്കുന്ന സമയത്ത് ഏതെല്ലാം കാര്യങ്ങൾ അതിനെ ട്രിഗർ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാം കാര്യങ്ങൾ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, pH, ഐസോട്ടോണിക് സ്ട്രെങ്ത്, ആൾ ഓഫ് ദീസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളെല്ലാം അവിടെ എന്ത് ചെയ്യും? അതിന് സഹായിക്കുമെന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ലിക്വിഡിനെ ജെല്ലാക്കി മാറ്റാൻ വേണ്ടി ഏതെല്ലാം ഘടകങ്ങൾ സഹായിക്കുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ ഏതെല്ലാം വരുന്നുണ്ട്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, pH, ഐസോട്ടോണിക് സ്ട്രെങ്ത്, ആൾ ഓഫ് ദീസ്. ആൻസർ എന്ന് പറയുന്ന ആൾ ഓഫ് ദീസ് ആണ്. ലിക്വിഡിനെ ജെല്ലാക്കി മാറ്റാൻ ഇത്രയും ഘടകങ്ങൾ നമ്മളെ സഹായിക്കും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വിസ്കസ് ജെൽ ഹാവ് സിഗ്നിഫിക്കൻ്റ്ലി ടോപ്പിക്കൽ റെസിഡൻസ് ടൈം എന്ത് ചെയ്യുന്നു? അതെന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ആ റെസിഡൻസ് ടൈം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വിസ്കസ് ജെൽ എന്ന് പറയുന്നത് ടോപ്പിക്കൽ റെസിഡൻസ് ടൈം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്. എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒക്കൂസെറ്റ് പൈലോ ഡെലിവേഴ്സ്, അത് ഏതിലാണ് ഒക്കൂസെറ്റ് പൈലോ ഡെലിവർ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു ഫൈറ്റോസ്റ്റിക്മിൻ, പൈലോ കാർബിൻ, എഫിനെഫ്രിൻ, നിയോസ്റ്റിക്മിൻ. ഇത് നമ്മൾ പഠിച്ചു. ഒക്കൂസെറ്റിലെ പൈലോ കാർബിൻ ആണ് അവിടെ നമ്മൾ എടുക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് പൈലോ കാർബിൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ബി ആണ്. പൈലോ കാർബിൻ ആണ് ഇതിന്റെ ആൻസർ. ഒഫ്താൽമിക് സൊല്യൂഷൻ ഷുഡ് ബി ക്ലാരിഫൈഡ് വെരി കെയർഫുള്ളി ബൈ പാസ് പ്രൂഫ് ഫിൽറ്റേഴ്സ് സച്ചാസ്. ഏതൊക്കെ ഫിൽറ്ററിൽ കൂടെയാണ് നമ്മൾ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ അരിച്ചെടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. നമ്മൾ സ്റ്റെറിലൈസേഷനിൽ പഠിച്ചായിരുന്നു. അവിടെയും കുറച്ച് പാർട്ട് ഇതിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും അത് വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ഫിൽറ്റർ ആണ് എന്നുള്ളത്. മെംബ്രെയിൻ ഫിൽറ്റർ, സിൻഡേഡ് ഗ്ലാസ് ഫിൽറ്റർ, ഫിൽറ്റർ കാൻഡിൽ. ഓപ്ഷൻ എ ആൻഡ് ബി. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മെംബ്രെയിൻ ഫിൽറ്ററിലൂടെയും ഒഫ്താൽമിക് പ്രിപ്പറേഷനെ പാസ് ചെയ്ത് വിടും. അതുപോലെ സിൻഡേഡ് ഗ്ലാസ് ഫിൽറ്ററിൽ കൂടെയും ഈ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിനെ പാസ് ചെയ്ത് അതിനെ നമ്മൾ അതിൻ്റെ സ്റ്റെറിലിറ്റി നമ്മൾ ബാക്ടീരിയ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഫിൽറ്ററിൽ കൂടെ, മെംബ്രെയിൻ ഫിൽറ്ററും സിൻഡേഡ് ഗ്ലാസ് ഫിൽറ്ററിലൂടെയും നമ്മൾ അതിനെ കടത്തിവിടാം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ ആൻഡ് ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ കോമൺലി യൂസ്ഡ് തിക്കനിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ്? ഒഫ്താൽമിക് പ്രിപ്പറേഷനിൽ കോമൺലി ഉപയോഗിക്കുന്ന തിക്കനിങ് ഏജന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പോളിയെഥിലീൻ ഗ്ലൈക്കോൾ, മീഥൈൽ സെല്ലുലോസ്, കാർബോസി മീഥൈൽ സെല്ലുലോസ്, ആൾ ഓഫ് ദിസ്. ഇതെല്ലാം തന്നെ എന്താണ്? തിക്കനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. തിക്കനിങ് ഏജന്റ് ആയിട്ട് ഇവയെല്ലാം തന്നെ തിക്കനിങ് ഏജന്റ് ആയിട്ട് ഒഫ്താൽമിക് പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യും. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ആൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ. ഐ ക്യാൻ ടോളറേറ്റ് ദ റേഞ്ച് ഓഫ് ടോണിസിറ്റി ഫ്രം. ഐ എത്രയെല്ലാം ടോണിസിറ്റി, എത്ര റേഞ്ച് വരെ നമ്മൾ ആ ടോണിസിറ്റിനെ ടോളറേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ എതിർത്ത് പഠിച്ചതെന്ന് പറഞ്ഞാൽ 0.5 to 2% സോഡിയം ക്ലോറൈഡിനെ വരെ നമ്മുടെ ഐക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഐസോടോണിസിറ്റി എത്ര വരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അത് ഒരു ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും നമ്മുടെ കണ്ണുകൾക്ക് 0.5 to 2% സോഡിയം ക്ലോറൈഡിനെ വരെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നോർമലി അത് ഉപയോഗിക്കുന്നതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 0.09% NaCl ആണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്. അതുപോലെ TS ഹാവ് എ pH അബൌട്ട്. നമ്മുടെ കണ്ണുനീരിൻ്റെ pH എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ലാക്രിമൽ സൊല്യൂഷൻ pH എന്ന് പറയുന്നത് 7.4 ആണ്. ഇത് നമ്മൾ ഒരുപാട് കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. TS ഹാവ് ദ pH അബൌട്ട് 7.4 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ഡ്രോപ്സ് ഹാവ് ബീൻ പാക്ഡ് ആൾമോസ്റ്റ് എൻറ്റർലി ഇൻ. ഏതിലൊക്കെയാണ് പാക്ക് ചെയ്യുന്നതെന്നാണ്? പ്ലാസ്റ്റിക് ഡ്രോപ്പ് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ട്യൂബ്സ്, ട്രാൻസ്പെറൻറ്റ് ട്യൂബ്സ്, ആൾ ഓഫ് ദീസ്. മെയിൻലി ഏതിലാണ്? ആൾമോസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡ്രോപ്പർ ബോട്ടിൽസിലാണ്. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. മെജോറിറ്റിയും വരുന്ന ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ഏതിലായിരിക്കും? പ്ലാസ്റ്റിക് ഡ്രോപ്പർ ബോട്ടിലായിരിക്കും. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഡ്രോപ്പ്
ട്രെയിനർ ആർ. ഡ്രോപ്പ് ട്രെയിനിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺവീനിയൻസ് ഓഫ് യൂസ് ബൈ ദ പേഷ്യൻറ്റ്, ഡിക്രീസ്ഡ് കണ്ടാമിനേഷൻ പൊട്ടൻഷ്യൽ, ലോവർ വെയിറ്റ്, ആൾ ഓഫ് ദിസ്. അപ്പം ഇതെല്ലാം തന്നെ ഈ ഡ്രോപ്പ് ട്രെയിനിന് വരുന്നുണ്ട് അല്ലേ. ഇതെല്ലാം തന്നെ യൂസിൻ്റെ കൺവീനിയൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടാമിനേഷനെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെയിറ്റ് കുറവായിരിക്കും. അപ്പം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഏതാണ്? ആൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആൻഡ് ഡിസ്പെൻസിങ് ടോപ്പ് ഈസ് മെയ്ഡ് ഓഫ്. ഏത് വെച്ചിട്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഡിസ്പെൻസിങ് ടിപ്പ് അല്ലെങ്കിൽ ടോപ്പ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോ ഡെൻസിറ്റി പോളിയെഥിലീൻസ് LDPE റെസിൻസ്, ഹൈ ഡെൻസിറ്റി പോളിയെഥിലിൻ HDPE റെസിൻസ്, അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി പോളിവിനൈൽ അസറ്റേറ്റ്, ആൾ ഓഫ് ദീസ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ലോ ഡെൻസിറ്റി പോളി എഥിലീൻ ആണ്, LDPE ആണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസും അതിൻ്റെ ടിപ്പും മെയ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി പോളി എഥിലീൻ വച്ചിട്ടാണ് കേട്ടോ. ദ ബഫർ സിസ്റ്റം യൂസ്ഡ് ഇൻ ഒഫ്താൽമിക് ഫോർമുലേഷൻസ് ആർ. ഏത് ബഫർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ ഫോസ്ഫേറ്റ് ബഫർ, ട്രൈ HCl ബഫർ, സിട്രേറ്റ് ബഫർ, ആൾ ഓഫ് ദിസ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ആൾ ഓഫ് ദിസ്. ഇതെല്ലാം തന്നെ എന്താണ്, നമ്മുടെ ബഫർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഐ പ്രിപ്പറേഷനിൽ ബഫർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഏതാണ്? ഫോസ്ഫേറ്റ് ബഫർ, ട്രൈ HCl ബഫർ, സിട്രേറ്റ് ബഫർ. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ആൾ ഓഫ് ദിസ് ആണ്. Which ophthalmic preparation is recommended to by administration at the bed time? ഏതാണ് നമ്മൾ കിടക്കുന്ന സമയം അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ഏതാണ്? ഐ ഡ്രോപ്സ്, ഓയിൻമെന്റ്, ഒക്കൂസെറ്റ്, ഒഫ്താൽമിക് സൊല്യൂഷൻസ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഐ ഓയിൻമെന്റ് ആണ് നമ്മൾ ബെഡ് ടൈമിൽ യൂസ് ചെയ്യുന്നത്. വാട്ട് ഇസ് എ pH റേഞ്ച് ക്യാൻ ബി ഹ്യൂമൻ ഐ ടോളറേറ്റ്? എന്താണ് ഹ്യൂമൻ ഐ ടോളറേറ്റ് ചെയ്യുന്ന pH എന്ന് പറയുന്നത് ഏതാണ്? 3.5 to 8.5 വരെ നമ്മുടെ ഹ്യൂമനായി എന്താണ് ഇത്രയും pH വരെ നമ്മുടെ ഹ്യൂമനായി ടോളറേറ്റ് ചെയ്യും. ഏതാണ്? 3.5 to 8.5 വരെ. ദ ആന്റി ഓക്സിഡന്റ് യൂസ്ഡ് ഇൻ ഒഫ്താൽമിക് ഫോർമുലേഷൻസ് ആർ. ഒഫ്താൽമിക് ഫോർമുലേഷനിൽ ഉപയോഗിക്കുന്ന ആന്റി ഓക്സിഡൻസ് ആണ് സോഡിയം മെറ്റാബൈസൾഫേറ്റ്, തയോയൂറിയ, ഡൈസോഡിയം എഡറ്റേറ്റ്, ആൾ ഓഫ് ദീസ്. അപ്പൊ ഇവിടെയും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൾ ഓഫ് ദീസ് ആണ്. ആന്റി ഓക്സിഡന്റ് യൂസ്ഡ് ഇൻ ഒഫ്താൽമിക് ഫോർമുലേഷനിൽ സോഡിയം മെറ്റാബൈസൾഫേറ്റ്, തയോയൂറിയ, സോഡിയം എഡറ്റേറ്റ് ഒക്കെയാണ്. അതാണ് ഇത് ഈ ഒഫ്താൽമിക്കിൽ ഉപയോഗിക്കുന്ന ആന്റി ഓക്സിഡൻസ്. മീഥൈൽ സെല്ലുലോസ് കോൺസെൻട്രേഷൻ റേഞ്ച് ഈസ് യൂസ്ഡ് ആസ് വിസ്കോസിറ്റി മോഡിഫയർ ഇൻ ഒഫ്താൽമിക് പ്രോഡക്ട്സ്. അപ്പൊ ഏത് തൊട്ട് ഏത് വരെയാണെന്നാണ് നമ്മൾ പഠിച്ചത്? 0.2 to 2.5 ആയാണ് മീഥൈൽ സെല്ലുലോസിന്റെ കോൺസെൻട്രേഷൻസ്. മീഥൈൽ സെല്ലുലോസ് കോൺസെൻട്രേഷൻ റേഞ്ച് ഏതുവരെയാണ്? 0.2 to 2.5 വരെ. റെസിഡൻസ് ടൈം ഓഫ് ഡ്രഗ്സ് ഇൻ ദ ഐ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഫോർമുലേഷൻ ഓഫ് ഓയിൻമെന്റ്, ജെൽ ഫോമിംഗ് സൊല്യൂഷൻസ്, സസ്പെൻഷൻസ്, ഇമൾഷൻസ്. ഏതാണ്? ജെൽ ഫോമിംഗ് സൊല്യൂഷൻ ആണ് കേട്ടോ. റെസിഡൻസ് ടൈം ഓഫ് ഡ്രഗ്സിൽ അത് ഇൻക്രീസ് ചെയ്യുന്ന ഏതിലാണ്? നമ്മുടെ ജെൽ ഫോമിംഗ് സൊല്യൂഷനിലാണ് ആ റെസിഡൻസ് ടൈം ഇൻക്രീസ് ചെയ്യുന്നത്. The components of the eye ointment base included yellow soft paraffin, liquid paraffin, wool fat. ഇതെല്ലാം തന്നെ നമ്മുടെ അതിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നു നമ്മൾ പഠിച്ചു. യെല്ലോ സോഫ്റ്റ് പാരഫിൻ പഠിച്ചു, ലിക്വിഡ് പാരഫിൻ ഉപയോഗിക്കുമെന്ന് പഠിച്ചു, വൂൾ ഫാറ്റ് ഉപയോഗിക്കുമെന്ന് പഠിച്ചു. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ആൾ ഓഫ് ദീസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Which of the following drugs are formulated as a eye drops? Mydriatic, antiseptic, anti-inflammatory, all of this. ഇവിടെ എല്ലാ ഫോമിലുള്ളത് ഈ എല്ലാ ഫോംസും നമ്മൾ ഐ ഒഫ്താൽമിക്കിൽ ഉപയോഗിക്കും അല്ലേ. അപ്പം ഇത് ആൻസർ എന്ന് പറയുന്ന ഡി ആണ്. ആൾ ഓഫ് ദീസ് ആണ് അതിന്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ആർ ഫോർമുലേറ്റഡ് ആസ് ഐ ഡ്രോപ്സ്? ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ഡ്രോപ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ക്ലാരിഫയിങ് ഏജന്റ് ഇൻ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ്? പോളിസോർബേറ്റ് 20, പോളിസോർബേറ്റ് 80, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. ക്ലാരിഫയിങ് ഏജന്റ് എന്ന് പറയുന്നത് പോളിസോർബേറ്റ് 20യും പഠിച്ചു, പോളിസോർബേറ്റ് 80യും പഠിച്ചു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വാളിറ്റി കൺട്രോൾ പാരാമീറ്റർ ഓഫ് ഒഫ്താൽമിക് ഫാർമസ്യൂട്ടിക്കൽ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ഇൻക്ലൂഡഡ്
പാർട്ടിക്കുലേറ്റ് മാറ്റർ, തെറാപ്യൂട്ടിക് എഫിക്കൻസി, ബാക്ടീരിയൽ എൻഡോടോക്സിൻസ്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഇതെല്ലാം ഉണ്ട്. പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്, തെറാപ്യൂട്ടിക് എഫിക്കൻസി ഉണ്ട്, ബാക്ടീരിയൽ എൻഡോടോക്സിൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ പാരാമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ആൾ ഓഫ് ദീസ് ആണ്. സർഫാക്ടന്റ് പ്രിഫർ ഇൻ ഒഫ്താൽമിക് ഡ്യൂ ടു ദ ലെസ് ഇറിറ്റേഷൻസ്. എന്താണ് കുറച്ച് ഇറിറ്റേഷൻസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. നോൺ അയോണിക് ആണെന്ന് പഠിച്ചല്ലേ. നോൺ അയോണിക് ആണ്, വളരെ കുറച്ച് ഇറിറ്റേഷൻസ് അതിലുണ്ടാക്കുന്നത് നോൺ അയോണിക് ആണെന്ന് പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഡി ആണ്, നോൺ അയോണിക് ആണ്. ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഈസ് ഇൻകമ്പാറ്റബിൾ വിത്ത്, എന്തുമായിട്ട് അത് ഇൻകമ്പാറ്റബിൾ ആവുമെന്നാണ് പഠിച്ചത്. സോ അലൂമിനിയം, നൈട്രേറ്റ്, സിൽവർ സാൾട്ട്, ആൾ ഓഫ് ദിസ്. അപ്പോൾ ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, പിന്നെ നമ്മൾ ഒന്ന് പഠിച്ചു ബെൻസാൽക്കോണിയം ക്ലോറൈഡ് അനസ്തെറ്റിക്സ് ആയിട്ടല്ലേ, അനസ്തെറ്റിക്സുമായിട്ടും അതെന്താണ്, അത് ആ സമയത്തും എന്ത് ചെയ്യാം, അത്രയും പ്രിപ്പറേഷൻസിലും അതെന്ത് ചെയ്യാൻ പാടില്ല, ബെൻസാൽക്കോണിയം ക്ലോറൈഡ് നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഏതാണ് അലൂമിനിയം, നൈട്രേറ്റ്സ്, സിൽവർ സാൾട്ട്. അപ്പോൾ ഇതിന് അതിൻ്റെ കൂടെ എല്ലാം ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഇൻകമ്പാറ്റബിൾ ആണ് കേട്ടോ. ഓക്കുലാർ ഇൻസെർട്ട് ഹാവ് എ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഓക്കുലാർ ഇൻസെർട്ടിന് കുറച്ച് ഫോളോയിങ് ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെ ഫോളോയിങ് ഫീച്ചേഴ്സ് എന്നാ പറഞ്ഞിട്ടുണ്ട്? ബ്ലേഡ് വിഷൻസ്, ലോ ബയോ അവൈലബിലിറ്റി, പിക്കിംഗ് ഓഫ് ഐലിഡ്സ്, ഇൻക്രീസ് ദ റിട്ടൻഷൻസ്. ഇതിൽ ഒക്കുലാർ പിന്നെ ഇൻസേർട്ട് ഹാവ് എ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഈ ഒക്കുലാർ ഇൻസേർട്ടിന്റെ ഏതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇൻക്രീസ്ഡ് റിട്ടൻഷൻ ആണ് അതിന്റെ ഒരു ഫീച്ചർ ആയിട്ട് വരുന്നത്. എന്താണ് ഓക്കുലാർ ഇൻസേർട്ടിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്? ഇൻക്രീസ്ഡ് റിട്ടൻഷൻ ആണ് അതിന്റെ ഓക്കുലാർ ഇൻസേർട്ടിന്റെ ഒരു ഫീച്ചർ. അപ്പം നമ്മൾ ഇത്രയും നേരം ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു ക്ലാസ്സിൽ കാണാം.